സുപ്രഭാതം. എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. വംശഹത്യ ഒരു വർഷം പിന്നിടുമ്പോൾ ഗസക്കെതിരായ ക്രൂരമായ ഇസ്രായേൽ അതിക്രമത്തിന് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മരിച്ച ഫലസ്തീനികളുടെ എണ്ണം 41,870 97,166 പേർക്ക് പരിക്കേറ്റു. വെടിനിർത്തലിന് തയ്യാറാകണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യവും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയും വെറുതെയായി. ഇസ്രായേൽ അതിക്രമം ഒരു വർഷത്തിലെത്തുമ്പോൾ യുദ്ധം ഗസയിൽ മാത്രം പരിമിതമല്ല. അയൽ രാജ്യമായ ലെബനാനിലും ഇസ്രായേൽ നരവേട്ട തുടരുന്നുണ്ട്. സിറിയയിലും യമനിലും മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇവിടെയെല്ലാം കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ സ്ഫോടനം നടത്തി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തി. ലെബനാനിൽ മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയെയും കൊലപ്പെടുത്തി. സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായ ഫലസ്തീനി സമൂഹം ഇസ്രായേൽ കൂട്ടക്കുരുതി ഭയന്ന് വീണ്ടും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുന്നു. ബാക്കിയുള്ളവർ വെള്ളവും വെളിച്ചവും ഭക്ഷണവും മരുന്നും പാർപ്പിടവുമില്ലാതെ സൂര്യനും തണുപ്പിനും കീഴിൽ തുറന്ന പ്രദേശങ്ങളിൽ ടെന്റ് കെട്ടി ജീവിക്കുന്നു. ലോകത്തെ ഏറ്റവും ദയനീയമായ സാഹചര്യത്തിലാണ് ഫലസ്തീനികൾ ഗസയിൽ കഴിയുന്നതെന്നാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും നിസ്സഹായരായ ജനതക്കെതിരായ ക്രൂരകൃത്യത്തിൽ ഇസ്രായേൽ തനിച്ചല്ല. അമേരിക്കയും UK-യും ഫ്രാൻസും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകി ഒപ്പമുണ്ട്. ഫലസ്തീനൊപ്പമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് അട്ടിമറിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പൊതുസഭയുടെ പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് മോദി സർക്കാരും കുറ്റകരമായ മൗനത്തിലൂടെ ഈ കുറ്റവാളികൾക്കൊപ്പം ചേരുകയും ചെയ്തു. ഫലസ്തീനിലെ ഇല്ലാതാക്കി ഇസ്രായേൽ സ്ഥാപിച്ചതിനെതിരെ എതിർത്ത രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1947-ലെ 181 UN പ്രമേയത്തെ ഇന്ത്യ UN-ൽ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അറബികൾക്കും ജൂതർക്കും തുല്യാധികാരമുള്ള ഫെഡറൽ രാജ്യമെന്ന ആശയമായിരുന്നു നെഹ്റു മുന്നോട്ട് വച്ചത്. മഹാത്മാഗാന്ധിക്കും ഇതേ നിലപാടായിരുന്നു. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്ന പോലെ ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതെന്ന പോലെ ഫലസ്തീൻ അറബികളുടേതെന്നായിരുന്നു ഇതു സംബന്ധിച്ച് ഗാന്ധിജിയുടെ വാക്കുകൾ. 1948 നിലവിൽ വന്ന ഇസ്രായേലിനെ ഇന്ത്യ 1950 അംഗീകരിച്ചെങ്കിലും 1992 വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടായിരുന്നില്ല. ഈ പരമ്പരാഗത നിലപാടാണ് മോദി സർക്കാർ അട്ടിമറിച്ചത്. ഇസ്രായേലിനൊപ്പം അമേരിക്കയും യുദ്ധക്കളത്തിലെത്തുമ്പോൾ വലിയ യുദ്ധത്തിന്റെ ഭീതിയിലാണ് ലോകം. ഇറാനിലും ലബനാനിലും ആക്രമണം നടത്തിയതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെ തകർക്കാൻ അമേരിക്ക സ്വന്തം ഡെസ്ട്രോയറുകൾ ഉപയോഗിച്ചു. ഇത് മിസൈലുകളെ നേരിടാനുള്ള ഇസ്രായേലിൻ്റെ ശേഷിയെക്കുറിച്ചുള്ള പൊലിപ്പിച്ച കഥകളെ പൊളിച്ചുകാട്ടുകയും ഇസ്രായേലിന് മാത്രം സ്വയം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന അതിൻ്റെ ദൗർബല്യത്തെ തുറന്നുകാട്ടുകയും ചെയ്തെന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഈ ക്രൂരതയിൽ അമേരിക്ക തങ്ങളുടെ പങ്കാളിത്തം പരസ്യമായി ഉറപ്പിക്കുകയും ചെയ്തു. അമേരിക്ക ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിയെ പരിപോഷിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. യുദ്ധം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് അമേരിക്കൻ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നു. US പ്രതിരോധ ബജറ്റ് ഇപ്പോൾ ഏകദേശം $850 ബില്യൺ. അത് പ്രതിവർഷം 2 മുതൽ 3% വരെ വർദ്ധിക്കുന്നു. രാജ്യത്തുടനീളമുള്ള നൂറുകണക്കിന് വലുതും ചെറുതുമായ ആയുധ കമ്പനികളിലൂടെ അമേരിക്ക യുദ്ധത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം തടയാൻ 1.8 ബില്യൺ മുതൽ $4 ബില്യൺ വരെ വാഷിംഗ്ടൺ ഇതുവരെ ചിലവഴിച്ചു. ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളും തടയുന്നതിനുള്ള ഇസ്രായേൽ, US, ബ്രിട്ടൻ, ഫ്രഞ്ച് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന് $1.1 ബില്യൺ ചെലവായി. ഒക്ടോബർ 1 ഇറാൻ ആക്രമണം തടയാനും വലിയ തുക ചെലവായി. US ഈ വലിയ തുക സ്വമേധയാ ചെലവഴിക്കുകയും ആയുധ കയറ്റുമതിക്കുള്ള ലാഭകരമായ കരാറുകളിലൂടെ ഇത് ഈടാക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരായ പ്രതിഷേധത്തിലാണ്. വിയറ്റ്നാം യുദ്ധകാലത്തിന് തുല്യമായി അമേരിക്കയും യൂറോപ്യൻ നാടുകളിലും പലസ്തീനെ പിന്തുണച്ചുള്ള യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ നീക്കങ്ങൾ സജീവമാണ്. എന്നിരുന്നാലും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ യുദ്ധക്കൊതി അവസാനിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ മേധാവിത്വം പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ ഇസ്രായേൽ വെടിനിർത്തലിനും തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. ലെബനീസ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2023 ഒക്ടോബർ 8-നും 2024 ഒക്ടോബർ 3-നും ഇടയിൽ 1974 പേർ ലെബനാനിൽ കൊല്ലപ്പെട്ടു. ഇതിൽ 127 കുട്ടികളും 263 സ്ത്രീകളും ഉൾപ്പെടുന്നു. 9384 പേർക്ക് പരിക്കേറ്റു. 45 മെഡിക്കൽ സെന്ററുകൾ, 128 ആംബുലൻസുകൾ, ഫയർ എഞ്ചിനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. 97 പാരാമെഡിക്കൽ ജീവനക്കാർ മരിക്കുകയും 188 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനാനിൽ ഇസ്ലാമിക് ഹെൽത്ത് അതോറിറ്റിയുടെ 17 കേന്ദ്രങ്ങളും 62 വാഹനങ്ങളെയും ആക്രമിച്ചു. ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ 10ഓളം ആശുപത്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
ഏറ്റവും പുതിയ ആക്രമണം 2024 ഒക്ടോബർ 4 വെള്ളിയാഴ്ച വൈകുന്നേരം ബിൻറ്റ് ജെബെയിൽ ആശുപത്രിക്ക് നേരെയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആംബുലൻസ് ജീവനക്കാരെ അനുവദിച്ചില്ല. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് മാനവരാശിക്കെതിരായ യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത്. സൈനികമായി തോൽപ്പിക്കുകയെന്നത് മാത്രമാണ് ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതി അവസാനിക്കാനുള്ള ഏക മാർഗം.